3-1. Hi guys, welcome back. 3-0. മോഹൻ ബഗാൻ. Hi guys, welcome back. So അങ്ങനെ നമ്മൾ കാത്തിരുന്ന പോരാട്ടം എത്തി. ദ ഇന്ത്യൻ എൽ ക്ലാസിക്കോ മോഹൻ ബഗാൻ വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ്. അതും നമ്മുടെ കൊമ്പന്റെ സ്വന്തം തട്ടകത്തിൽ വെച്ച്, കൊച്ചിയിൽ വെച്ച്. സോ ഈ ഒരു മാച്ചിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ബ്ലാസ്റ്റേഴ്സ് ഏതെങ്കിലും ഒരു രീതിയിൽ പ്ലേ ഓഫിലേക്ക് ഒന്ന് കയറി കൂടാൻ വേണ്ടി ഒരു 3 പോയിന്റിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു മാച്ച്. മോഹൻ ബഗാൻ ആകട്ടെ അപ്പുറത്തെ സൈഡിൽ ഈ ഒരു 3 പോയിന്റ് കിട്ടി ISL ഷീൽഡ് ജയിക്കാനുള്ള ഒരു സുവർണാവസരം, അല്ലെങ്കിൽ ഷീൽഡിലേക്ക് മുന്നേറാനുള്ള ഒരു ചാൻസ് ആണ്. സോ ഇരു ടീമുകൾക്കും അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മാച്ച് ഡേ ആണ് ഇന്ന്. കാരണം 3 പോയിന്റ് രണ്ട് ടീമിനും വിലപ്പെട്ടതാണ്. ഒരു മാച്ച് ഡേ വെച്ച് നോക്കുമ്പോൾ ഇന്ന് ബ്ലാസ്റ്റേഴ്സിന്റെ കളി കാണാൻ കുറച്ചുകൂടി ഫാൻസ് ഉണ്ട്. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ സ്റ്റേഡിയത്തിന്റെ ഫ്രണ്ടിൽ തന്നെയാണ്. സോ ഇന്ന് ബാക്കി മത്സരങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു മാച്ചിന് അത്യാവശ്യം നല്ല ആളുണ്ട്. കാരണം ഈ ഒരു മാച്ചിന്റെ ഇമ്പോർട്ടൻസ് എല്ലാവർക്കും അറിയാം. സോ ഏതായാലും മോഹൻ ബഗാന്റെ ഫാൻസും ഒരുപാട് പേരുണ്ട്. അതിൽ ഒട്ടുമിക്ക പേരും കേരളത്തിൽ നിന്നുള്ളവർ തന്നെയാണ്. പക്ഷേ അവരെ ഫാൻസും കുറെ പേരുണ്ട്. ഈ ഒരു മാച്ചിന് അത്യാവശ്യം ഒരു ക്രൗഡ് ഉണ്ട്. സാധാരണ 5 മണി സമയമാകുമ്പോൾ ഇത്രയും തിരക്ക് കുറച്ച് മാച്ചായിട്ട് കാണാറില്ല. പക്ഷേ മോഹൻ ബഗാൻ ആയതുകൊണ്ടാണ് തോന്നുന്നു ഈ ഒരു ക്രൂഷ്യൽ മാച്ച് ആയതുകൊണ്ട് തന്നെ 5 മണി ആയിട്ടേ ഉള്ള സമയം. പക്ഷെ നല്ല തിരക്കായിട്ടുണ്ട്. മോഹൻ ബഗാന്റെ ബസ് പോകുന്ന സമയത്ത് നോക്കേതായാലും ശ്രദ്ധിച്ചു. പെട്ടെന്നൊരു പ്രഡിക്ഷൻ പറയാമോ? 3-1. ലാസ്റ്റ് ചെയ്യും. 2-1. ബ്ലാസ്റ്റേഴ്സ് അടിക്കും. ലൂണ അവസാനം വേണ്ടി ലൂണ അടിക്കും. പെപ്പർ അടിക്കും. ജീസസ്. ഗൈസ്, ഞാൻ ഏതായാലും മോഹൻ ബഗാൻ ഫാൻസിന്റെ അടുത്തുനിന്ന് പ്രഡിക്ഷൻ ചോദിച്ചു നോക്കട്ടെ. ബ്രോ ഒരു പ്രഡിക്ഷൻ പറയാമോ? 3-0. മോഹൻ ബഗാൻ ചോദിക്കണ്ടല്ലോ. 2-1. 3-0. എല്ലാരും 2-1. മലയാളിയല്ല. ആരടിക്കുന്ന ആരടിക്കാതെ മക്ലാരനും അടിക്കും. ലൂണയും ജിമിനസും. ലൂണ അടിക്കും. ഇതിൽ കോമഡി എന്താ വെച്ചാൽ ഇതിൽ ഒട്ടുമിക്ക പേരും മലയാളികളാണ്. ഇവർ എന്ത് വിളിക്കുന്നത് കേട്ടിട്ടാണോ ഈ മോഹൻ ബഗാൻ എന്ന് പറയുന്നത് ഇവന്മാർക്ക് കൂടി അറിയില്ല. എന്തോ ആവും. അങ്ങനെ സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞു. ഈ ഒരു മാച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പോയിന്റ് ടേബിളിൽ 8ാം സ്ഥാനത്താണ് 24 പോയിന്റോട് കൂടി. മോഹൻ ബഗാൻ 1ാം സ്ഥാനത്താണ് 46. ഏകദേശം നമ്മളെ ഇരട്ടി പോയിന്റാണ് മോഹൻ ബഗാൻ ഉള്ളത്. പക്ഷേ സ്റ്റിൽ ഇത്രയും ആൾക്കാർ ഈ ഒരു ബ്ലാസ്റ്റേഴ്സിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് പോയിന്റ് ടേബിളിലെ സ്ഥാനം നോക്കണ്ട, എന്നാലും നമ്മളെ ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാനെ അടിച്ചു വീഴ്ത്തുന്നുള്ള ഒരു രീതിയിലാണ് ഇത്രയും ആൾക്കാർ ഇന്ന് എത്തിച്ചേർന്നത് ഇവിടെ. ശരിക്കും നോഹ ഈ ഒരു മാച്ചിലില്ല എന്ന് പറയുന്നത് ശരിക്കും ഒരു നഷ്ടം തന്നെയാണ്. കാരണം കഴിഞ്ഞൊരു മാച്ചിൽ നോഹയെ സെക്കൻഡ് ഹാഫിൽ ഇറക്കി അത്യാവശ്യം നല്ലൊരു ഡിഫറൻസ് ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു പോയിന്റ് ഒഴിച്ചാൽ ബാക്കി എല്ലാം കൊണ്ടും നമ്മുടെ ടീം ഇപ്പോഴും സ്ട്രോങ് തന്നെയാണ്. അങ്ങനെ വീണ്ടും നമ്മുടെ സ്വന്തം ഈസ്റ്റ് ഗാലറി ഗേറ്റ് നമ്പർ 16 മഞ്ഞപ്പട സ്റ്റാൻഡ്. ശരിക്കും ഈ ഒരു സ്റ്റാൻഡിന്റെ ഫ്രണ്ടിൽ ഈ ഒരു ഗേറ്റിന്റെ അടുത്ത് എത്തുമ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ്. കാരണം നമ്മൾ കയറി ചെല്ലാൻ പോകുന്നത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്തേക്ക് ആയതുകൊണ്ടുള്ള ഒരു സന്തോഷമാണ്. ഈ സ്റ്റാൻഡിലേക്ക് ഇതിൽ ഓടി കയറുമ്പോൾ കിട്ടുന്ന ഒരു എനർജി, അല്ലെങ്കിൽ ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ സ്വന്തം മഞ്ഞപ്പട സ്റ്റാൻഡിലേക്ക് വീണ്ടും എത്തിച്ചേർന്നിരിക്കുകയാണ്. ഗൈസ്, അങ്ങനെ മഞ്ഞപ്പട സ്റ്റാൻഡിലെത്തി. ഈ ഒരു മാച്ചിന് ഒരു പ്രത്യേകത എല്ലാവർക്കും അറിയാലോ. നമ്മൾ ചാൻഡിങ് റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മാനേജ്മെന്റിനെതിരെയുള്ള പ്രൊട്ടസ്റ്റിന്റെ ഭാഗമായിട്ട് നമ്മൾ കുറച്ച് മാച്ചായിട്ട് ചാൻഡിങ് ചെയ്യുന്നില്ലായിരുന്നു. പക്ഷേ ഈ ഒരു മാച്ച് മഞ്ഞപ്പട സ്റ്റാൻഡിങ് റീസ്റ്റാർട്ട് ചെയ്തു. മോഹൻ ബഗാന്റെ ഫാൻസ് സ്റ്റേഡിയത്തിന്റെ ഉള്ളിൽ കയറിയിട്ടതാ അവിടെ ഇരിപ്പുണ്ട്.
ഇയാളൊക്കെ എവിടെ നോക്കിയാ നിക്കുന്നത്? കളിച്ചത് നമ്മളാണെങ്കിലും അവര് ഗോൾ അടിച്ചു. ഗൈസ് അങ്ങനെ ഹാഫ് ടൈം ആയി. എന്താ പറയാ, ഇത്രയും നിർഭാഗ്യം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും പറയാനില്ല. കാരണം ഫസ്റ്റ് 20 മിനിറ്റ് നമ്മൾ അത്യാവശ്യം നല്ല കളിയായിരുന്നു, നല്ല അറ്റാക്ക് ചെയ്ത് കളിച്ചു, നല്ല കോർഡിനേഷൻ ഉണ്ടായിരുന്നു, നല്ല പാസസ് ഉണ്ടായിരുന്നു. പക്ഷേ 20 മിനിറ്റ് കഴിഞ്ഞതോടെ ഡിക്സ് ബ്രേക്കിന്റെ ഏകദേശം ആ സമയമായതോടെ അവന്മാർക്ക് 2 ചാൻസ് കിട്ടി, 2 ചാൻസ് അവന്മാർ ഗോളാക്കി. അതാണ് എന്താ അവസ്ഥ. നല്ല ടീമിന്റെ ഒരു ക്വാളിറ്റി അതാണ്. അവർക്ക് കിട്ടുന്ന ചാൻസ് അവർ മുതലാക്കും. നമുക്ക് 2-3 ചാൻസ് കിട്ടി, പക്ഷെ നമുക്ക് ഗോളാക്കാൻ പറ്റിയില്ല. എനിവേ സെക്കൻഡ് ഹാഫ് 45 മിനിറ്റ്സ് ഇനിയുണ്ട്. നമുക്ക് തിരിച്ചടിക്കുന്നതന്നെ പ്രതീക്ഷിക്കാൻ, കാരണം ഇത് നമ്മുടെ ഹോമാണ്. എത്ര പ്രൊഡിക്ഷൻ എത്രയും എന്താവസ്ഥയാ, ഒന്നും പറയാല്ല. 3 എണ്ണായി അവന്മാര്. ഇവന്മാര് ഒരു അവസ്ഥ എന്ന് പറഞ്ഞാല് ഗൈസ് അങ്ങനെ ഫുൾ ടൈം ആയി. 3-0 നമ്മളെ ഹോമില് 3 എണ്ണം അവന്മാര് തന്നു. എന്താ പറയാ, അങ്ങനെ ആടിപ്പാടി വന്നതായിരുന്നു, കളി തോറ്റു. നമ്മുടെ ഹോമിൽ വെച്ച് 3 എണ്ണം അവന്മാർ നമുക്ക് തന്നു എന്നാണ് ഏറ്റവും വലിയ വിഷമം. പറഞ്ഞ കാര്യമില്ല, സ്ട്രോങ് ടീമാണ് നമ്മൾ, ഈ സീസണിലെ വീക്ക് ടീമാണ്. സോ പക്ഷേ നമുക്ക് ഫസ്റ്റ് 20 മിനിറ്റ് കളിച്ച ഒരു കളി നമ്മൾ തുടർന്നും കളിച്ച് ആ ഒരു 20 മിനിറ്റ് നമുക്കൊരു ഗോൾ അടിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഒരു പക്ഷേ കളി ഈ ഒരു രീതിയിലാവില്ലായിരുന്നു. പക്ഷേ എന്ത് പറയാനാ, ബാഡ് ലക്ക് എന്ന് പറയാൻ പറ്റില്ല. അവന്മാർ കിട്ടിയ അവസരം മൊത്തം മുതലാക്കി. അങ്ങനെയാണ് ഒരു എന്താ പറയുക, ഗുഡ് ടീം എന്ന് പറയുമ്പം കിട്ടിയ അവസരങ്ങൾ മുതലാക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പക്ഷേ എന്താ പറയുക, നോക്കിയൊരു കാര്യമില്ല. ഈ ഒരു സീസണിൽ ഇനി പ്രതീക്ഷ ഉണ്ടോ എന്നുള്ളത് അറിയില്ല. ഇനി വരാൻ പോകുന്ന 4 മാച്ചസ് കണ്ടിന്യൂസ് ജയിച്ചാൽ മാത്രമേ ഇനിയൊരു പ്ലേ ഓഫ് സാധ്യതയൊക്കെ ഉള്ളൂ. പിന്നെ നമുക്ക് നോക്കാം എന്താവും എന്നുള്ളത്. സോ ഗൈസ്, ബൈ ബൈ.